നമസ്കാരം. കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവം മാത്രം മനുഷ്യരുണ്ടാക്കുന്ന ജപ്പാൻ ജ്വരം വീണ്ടും ആശങ്കയുണ്ടാക്കുകയാണ് ജനങ്ങളിൽ. കോഴിക്കോട് 7 വയസ്സുകാരന് ജപ്പാൻ ജ്വരം ബാധിച്ചിരിക്കുന്നു. മൃഗങ്ങളിൽ നിന്നും കൊതുകുകളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന രോഗത്തിന് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. കുട്ടികളെ പെട്ടെന്ന് ബാധിക്കുന്ന രോഗം കേരളത്തിൽ വീണ്ടും ഭയപ്പാടുണ്ടാക്കുകയാണ്. കോവിഡ് മഹാമാരിയിൽ ഉയർത്തെഴുന്നേറ്റ കേരളത്തിന് ഇന്ന് ഒരു ചെറിയ പനി പോലും ഭയപ്പാടാണ്. അപ്പോഴാണ് ജപ്പാൻ ജ്വരം വീണ്ടും വന്നിരിക്കുന്നത്. ഒരിക്കലും നിസ്സാരമായി കാണേണ്ട ഒരു രോഗമല്ല ജപ്പാൻ ജ്വരം. മനുഷ്യരിൽ അപൂർവമായി മാത്രമാണ് ഈ രോഗം കാണപ്പെടുന്നത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ 7ാം വാർഡിലെ 13കാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കാണ് ഈ രോഗം സാധാരണയായി പകരുന്നത്. അപൂർവമായി മാത്രമേ മനുഷ്യരിലേക്ക് ഈ രോഗം പകരാറുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. ഇനി എന്താണ് ജപ്പാൻ ജ്വരം എന്ന് നോക്കാം. തലച്ചോറിന്റെ ആവരണത്തെ ബാധിക്കുന്ന കൊതുക് പരത്തുന്ന മാരകമായ ഒരിനം വൈറസ് രോഗമാണ് ജപ്പാൻ ജ്വരം അഥവാ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇതൊരു ജന്തുജന്യ രോഗമാണ്. 1871 ആദ്യമായി ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തതിനാലാണ് ഈ രോഗത്തിന് ഇങ്ങനെ ഒരു പേര് വന്നത്. തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1956 ഇന്ത്യയിൽ ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സ്വച്ഛ് ഭാരത് സർവേ പ്രകാരം ഇന്ത്യയിൽ പരിസര ശുചിത്വത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലകളായ ഉത്തർപ്രദേശിലെ ഗോണ്ട, ബസി എന്നിവ ഗോരഖ്പൂരിനടുത്താണ്. ഈ ജില്ലകളിലായിരുന്നു ജപ്പാൻ ജ്വരം ഏറ്റവും അധികമായി അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഒരുതരം വൈറസ് ആണ് ഈ രോഗകാരണം. പകരുന്നത് ക്യുലെക്സ് കൊതുകു വഴിയാണ്. ഇതേ വിഭാഗത്തിലുള്ള കൊതുകുകളാണ് മന്തുരോഗവും ഉണ്ടാക്കുന്നത്. ഈഡിസ് ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകുമ്പോൾ ക്യുലെക്സ് കൊതുകുകൾ മുട്ടയിടുന്നത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലാണെന്നതാണ് വ്യത്യാസം. പന്നികളിലും ചിലയിനം ദേശാടന പക്ഷികളിൽ നിന്നാണ് കൊതുകുകൾക്ക് ഈ വൈറസിനെ ലഭിക്കുന്നത്. ഈ കൊതുകുകൾ മനുഷ്യനെ കടിക്കുമ്പോൾ അവർക്ക് രോഗം വരുന്നു. എന്നാൽ മനുഷ്യരിൽ നിന്നും വേറൊരാൾക്ക് കൊതുകുകളിലൂടെ പോലും ഈ രോഗം പകരില്ല എന്നുള്ളതും വ്യത്യസ്തമാണ്. വീട്ടിൽ കന്നുകാലികൾ ഉണ്ടെങ്കിൽ കൂടുതൽ കടി അവർ ഏറ്റുവാങ്ങുന്നതിനാൽ മനുഷ്യർ കുറെയൊക്കെ രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. ശക്തമായ പനി, വിറയൽ, ക്ഷീണം, തലവേദന, ഓക്കാനം, ഛർദി, ഓർമ്മക്കുറവ്, മാനസിക വിഭ്രാന്തി, കോച്ചൽ, വെട്ടൽ, ബോധക്ഷയം തുടങ്ങിയവയൊക്കെയാണ് ഈ രോഗത്തിന്റെ പ്രധാനമായുള്ള ലക്ഷണങ്ങൾ. മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഈ രോഗം മൂർച്ഛിച്ചാൽ മരണവും സംഭവിക്കാം. ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനുമിടയിൽ 5 ദിവസം മുതൽ 3 ആഴ്ചകൾ വരെ കടന്നുപോയേക്കാം. കുട്ടികളുടെ ആർജിത പ്രതിരോധ ശേഷി പൊതുവെ കുറവായതിനാൽ അവരെയാണ് ഈ രോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്നതും. ഏതൊരു വൈറസ് രോഗത്തെയും പോലെ കടുത്ത പനിയും പേശീവേദനയും തുടക്കത്തിൽ കണ്ടുവരുന്നു ഈ വൈറസിന്. സാധാരണ വൈറസ് രോഗങ്ങളിൽ കാണുന്ന തൊലിപ്പുറമേയുള്ള പാടുകൾ ഈ രോഗത്തിന് കാണാറില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. തുടർന്ന് ശക്തിയായ തലവേദനയും പ്രകാശത്തിലേക്ക് നോക്കുവാൻ ബുദ്ധിമുട്ട്, ഓക്കാനം, ഛർദിൽ എന്നീ ലക്ഷണങ്ങളെല്ലാം കണ്ടേക്കാം. എന്നാൽ തുടർന്ന് മസ്തിഷ്ക സംബന്ധമായ ലക്ഷണങ്ങളോ സ്വഭാവത്തിലെ മാറ്റങ്ങളോ ചുഴലി, നാഡീ സംബന്ധമായ ലക്ഷണങ്ങളോ നാക്കിനെയോ ബാധിക്കുന്ന തളർച്ച, കൈകാലുകളിലെ തളർച്ച കണ്ടു തുടങ്ങിയാൽ രോഗം അതിന്റെ ഏറ്റവും മൂർച്ഛന്യ അവസ്ഥയിലേക്ക് മാറുന്നതായി എന്ന് തന്നെ മനസ്സിലാക്കണം. ഈ അവസ്ഥ തുടർന്നാൽ രോഗിക്ക് മരണം പോലും സംഭവിക്കാം എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നത്.